നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശിയായ സിബിന്റെ വീട്ടിലാണ്. സിബിന്റെ വീട്ടിൽ കുറച്ചു മുമ്പാണ് മരണവിവരം അടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ഏറ്റവും അവസാനം സ്ഥിരീകരണം വന്നത് ഷിബിന്റേതായിരുന്നു. ഇപ്പോൾ അയൽവാസികളും ബന്ധുക്കളുമായ ആളുകളൊക്കെ ഉണ്ട്. പേരൊന്ന് പറയൂ. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ അയൽവാസിയാണ്. എങ്ങനെയാണ് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ? എൻ്റെ കുടുംബത്തിൽ ഇവരുടെ അനിയനും പെങ്ങളുമായിരുന്നു. 6 മാസം മുമ്പ് ഇവന്റെ അമ്മായിമ്മ മരിച്ചുപോയി. സിബിന്റെ 7 മാസം മുമ്പ് അമ്മ മരിച്ചുപോയി. വിവാഹിതനാണോ? അതെ, ഒരു മോളും ഉണ്ട്. 8 മാസം പ്രായം ഒരു മോളുണ്ട്. ചെറിയ കുട്ടിയാണല്ലേ? 8 മാസമായത്. കുഞ്ഞിന്റെ ബർത്ത്ഡേയാണ് ഈ ഓഗസ്റ്റ് വരാൻ വേണ്ടി ഇരുന്നാണ്, 1-ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി. ജനുവരി വന്ന് അമ്മായിമ്മ അടക്കത്തിന് വേണ്ടി വന്നിരുന്നു. അതിനൊരു 3 മാസം മുമ്പ് അമ്മ മരിച്ചു പോയായിരുന്നു സിബിന്റെ. എന്താ പഠിച്ചതൊക്കെ? അവിടെ എന്തായിട്ടാണോ ജോലി നോക്കിയത്? ക്യാഷിലായിരുന്നു അല്ലേ? സൂപ്പർ മാർക്കറ്റിലായിരുന്നു? സൂപ്പർ മാർക്കറ്റിലാണോ സെയിൽസിലോ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. എത്ര നാളായി അവിടെ ജോലിക്ക് പോയിട്ട്? 8 വർഷമായി. 8 വർഷമായിട്ട് അവിടെയാണ്. ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞോട് ജോലിക്ക് പോകുന്നില്ല, ഇപ്പൊ ഇവിടെ ഉണ്ട്. സഹോദരി എവിടെയാണ്? അവള് കുവൈറ്റില്ല. അവള് ഭർത്താവും കുവൈറ്റില്ല. പൊതുവെ ഒരു എങ്ങനത്തെ ഒരു സാഹചര്യമുള്ള കുടുംബമാണ്? ഇടത്തരം കുടുംബമാണ്. സിബിന്റെ പപ്പ ഈ കമ്പനി തന്നെയായിരുന്നു. അപ്പൊ മോനെ അവിടെ ആക്കിയിട്ട് പുള്ളിങ്ങി പോകുന്നിരുന്നു. പുള്ളിയും പ്രവാസിയായിരുന്നു? അതെ, പ്രവാസിയായിരുന്നു. പുള്ളി വന്നിട്ട് ഇപ്പം 2 വർഷമായുള്ളൂ. വന്നിട്ട് പുറകെയാണ് സിബിന്റെ അമ്മ മരിച്ചത്. അവിടുന്ന് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എംബസി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം നാളെ വൈകിട്ടോടുകൂടി കയറ്റിവിടാമെന്നാണ് MP പറഞ്ഞത്. MP ഉണ്ടായിരുന്നു. എത്ര മണിക്കാണ് ഇവിടെ അറിയുന്നത്? ഔദ്യോഗികമായിട്ട് ആരാ അറിയിച്ചത്? രാത്രി തന്നെ അറിഞ്ഞിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നില്ല? TV കണ്ടാണ് നമ്മൾ സ്ഥിരീകരിച്ചത്. അന്നേരമാണ് വീട്ടിലും പറഞ്ഞത്. അവിടുന്ന് ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടോ നിങ്ങൾ? സുഹൃത്തുക്കളെ? അയൽവക്കാർ ഒത്തിരി പേരുണ്ട്. അതേ കമ്പനി തന്നെ നാട്ടുകാർ കുറെ പേരുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ അതേ കമ്പനിയിൽ തന്നെ? ഒരാളുണ്ട്, HR ഒരാളുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ താമസിച്ചിരുന്ന ആരുമില്ല. ബാക്കിയെല്ലാം ഫാമിലിയാണ്, അവരെല്ലാം പുറത്തായിരുന്നു. അതാണ് അവർ പറയുന്നത്. അതായത് ഇന്നലെ വൈകിട്ട് തന്നെ സൂചനകൾ ലഭ്യമായിരുന്നു. അതിനുശേഷം പിന്നീട് ആണ് ഇന്ന് മാധ്യമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. MP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അല്ലേ? കൊടിക്കുന്നിൽ സുരേഷും ആന്റോണി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇവർക്ക് കുടുംബത്തോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എത്രയും വേഗം നാട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അച്ഛനും സഹോദരിയും മാത്രമാണ് സിബിനുള്ളത്. 8 മാസം പ്രായമായ കുഞ്ഞുണ്ട്. കുഞ്ഞിന്റെ പിറന്നാളിനായ ഓഗസ്റ്റിൽ വരാനിരിക്കെയാണ് ഇങ്ങനെയൊരു മരണം ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ഒരു ആഘാതത്തിലാണ് കുടുംബവും നാട്ടുകാരും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.